ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച പുനരാരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന ധനവകുപ്പ്. പ്രിയങ്ക ഗാന്ധി MP നാളെ വയനാട് ലോക്സഭാ മണ്ഡലം സന്ദർശിക്കും. വിവിധ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്താൽ തമിഴ്നാട്ടിൽ ശക്തമായ മഴ. സംസ്ഥാനത്തും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം തമിഴ്നാട് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ന് രാവിലെ രാജ്യസഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് ചെയർമാൻ ജഗ്ദീപ് ധൻഖർ തള്ളിയതോടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. ഇന്ന് ആദിവാസി വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായും നീലഗിരി ജില്ലയിലെ ഗോത്ര സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. നാളെ തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അഖിലേന്ത്യാ സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. 3 ദിവസത്തെ സമ്മേളനത്തിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും സമ്മാനിക്കും. 2024 വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി നീട്ടി. 2025 ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ കാലാവധി നീട്ടിക്കൊണ്ടുള്ള പ്രമേയം ലോക്സഭ ഇന്നലെ പാസാക്കി. 13 പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ 21 ലോക്സഭാ അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് JPC. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ കൂടുതൽ നടപടികളുമായി സംസ്ഥാന ധനവകുപ്പ്. മലപ്പുറം കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. 7ാം വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തും. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ ഇരുവരും പങ്കെടുക്കും. കരുളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം നൽകും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രിയങ്ക സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും. ടൂറിസം മേഖലയിൽ സ്ത്രീ സൌഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ തിങ്കളാഴ്ച വരെ മൂന്നാറിൽ ഉത്തരവാദിത്ത ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസം സംബന്ധിച്ച് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കും. നാളെ മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ടൂറിസം വകുപ്പിന്റെയും UN വിമനിന്റെയും പങ്കാളിത്തത്തിൽ കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന സമ്മേളനം ടൂറിസം മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെയും നിലവിലുള്ള അവസ്ഥകളെയും പറ്റി ചർച്ച ചെയ്യുകയും നടപ്പാക്കേണ്ട പദ്ധതികളെപ്പറ്റി രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യും. ലിംഗസമത്വവും സ്ത്രീ സൌഹൃദവുമായ ടൂറിസത്തെ പറ്റിയുള്ള കേരളത്തിന്റെ പ്രഖ്യാപനം പരിപാടിയുടെ ശ്രദ്ധേയമായ ആകർഷണമാണ്. ഉത്തരവാദിത്ത സ്ത്രീ സൌഹൃദ ടൂറിസം, കേരള മോഡൽ, സ്ത്രീ ടൂറിസത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ 10 മണിവരെയുള്ള കണക്കനുസരിച്ച് 37,000-ലേറെ പേർ ദർശനം നടത്തി. തത്സമയ ബുക്കിംഗിലൂടെ 7,000-ലേറെ പേരും ദർശനം നടത്തി. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും കണ്ണൂർ കളക്ടർ അരുൺ K വിജയന്റെ മൊഴി രേഖപ്പെടുത്തി. കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് മൊഴിയെടുത്തത്. കളക്ടറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആലപ്പുഴ നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. സംഘം ഇന്ന് ആശുപത്രി അധികൃതരിൽ നിന്ന് വിവരം ശേഖരിച്ചു. കുട്ടിയുടെ രക്ഷകർത്താക്കളുമായും സംസാരിക്കും. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ വാർഷിക സമ്മേളനം കണ്ണൂരിൽ ആരംഭിച്ചു. നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയാകും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ CDS ഓഫീസ് എന്ന പദവി സ്വന്തമാക്കി വയനാട് ജില്ലയിലെ വെങ്കപ്പള്ളി CDS. കുടുംബശ്രീക്ക് ലഭിച്ച പൊൻതൂവലാണ് ഈ നേട്ടമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഫയലുകളുടെ കൃത്യത, ഗുണമേന്മ നയങ്ങൾ എല്ലാ ഫയലുകളും അപേക്ഷിച്ച് 3 മിനിറ്റിനുള്ളിൽ ആവശ്യക്കാർക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് മറ്റു CDSകളിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കിയത്. ഫണ്ടുകളുടെ വിനിയോഗം, ചികിത്സാ സഹായം എന്നിവയിലും മികച്ച പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെച്ചത്. കിലയുടെ സഹായത്തോടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ISO CDS ആയി ഇവർ മാറിയത്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു അംഗീകാരം ലഭ്യമായതെന്ന് CDS ചെയർപേഴ്സൺ നിഷ രാമചന്ദ്രൻ പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ മഹാബലിപുരത്തിനും പുതുച്ചേരിക്കും ഇടയിലൂടെ കടന്നുപോകാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ചെന്നൈ, കടലൂരും നാഗപട്ടണവും ഉൾപ്പെടെ 9 തുറമുഖങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നിലവിലുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാന സമയത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ എയർലൈൻ സർവീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. സംസ്ഥാനത്തും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, തമിഴ്നാട് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് രാത്രി 7:30 ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയോട് 1 ഗോളിന് പരാജയപ്പെട്ടു. 10 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി പട്ടികയിൽ 9ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കോട്ടയം പാലായിൽ തുടക്കം. ഞായറാഴ്ച വരെ നടക്കുന്ന കായികമേളയിൽ 1200-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മന്ത്രി R ബിന്ദു ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമീണ ഇന്ത്യ വ്യാപാര സംഗമത്തിന്റെ 3ാം പതിപ്പിന് കാസർഗോഡ് CPCRI വേദിയാകും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, CPCRI, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അടുത്ത മാസം 14, 15 തീയതികളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. ഗ്രാമീണ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സാങ്കേതികത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന പ്രമേയത്തിൽ നടക്കുന്ന കോൺഫറൻസിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ സ്ഥാപകർ കാർഷിക ഭക്ഷ്യോൽപാദന മേഖലയിലെ സാങ്കേതിക വളർച്ചയും സാധ്യതകളും വിശദീകരിക്കുന്ന സെഷനുകൾ, പാനൽ ചർച്ചകൾ, വാണിജ്യവൽക്കരിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തൽ തുടങ്ങി റൂറൽ അഗ്രിടെക് ഹാക്കത്തോണും നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളെയും യൂണിവേഴ്സിറ്റികളെയും പ്രതിനിധീകരിച്ച് 15 ടീമുകളായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ നടി നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ. താൻ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് ക്രിമിനൽ നടപടികൾ ആരംഭിക്കാനല്ലെന്ന് പ്രത്യേക പെറ്റീഷനിൽ നടി പറഞ്ഞു. അടുത്ത മാസം 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയോടനുബന്ധിച്ചുള്ള ടൂറിംഗ് ടോക്കീസ് വിളംബര ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ. ഈ മാസം 27-ന് കാസർഗോഡ് കയ്യൂരിൽ നിന്ന് ആരംഭിച്ച ടൂറിംഗ് ടോക്കീസ് കണ്ണൂർ ജില്ലയിലും പര്യടനം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി വൈകിട്ട് മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ മലയാള ചിത്രം നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിക്കും. കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കാണാതായ 3 സ്ത്രീകളെ തിരികെ എത്തിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇവരെ കണ്ടെത്തിയത്. കാണാതായ പശുവിനെ തെരഞ്ഞ് വനത്തിനുള്ളിലേക്ക് പോയ സ്ത്രീകൾ ആനയെ കണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 631 പോയിന്റ് ഉയർന്ന് 79,674-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,089-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 70 രൂപ ഉയർന്ന് 7,160 രൂപയും പവന് 57,280 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന ധനവകുപ്പ്. പ്രിയങ്ക ഗാന്ധി MP നാളെ വയനാട് ലോക്സഭാ മണ്ഡലം സന്ദർശിക്കും. വിവിധ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്താൽ തമിഴ്നാട്ടിൽ ശക്തമായ മഴ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, തമിഴ്നാട് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.